മാവൂർ പാടം പാടശേഖര സമിതിന്റെ വിത്തിറക്കൽ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ മാവൂർ പാടത്ത് 3 ബാച്ചായിട്ടാണ് കൃഷിക്കാര് കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് ഏരിയകളിൽ വാഴകളൊക്കെ ഒഴിവാക്കി നെൽകൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം കൃഷിക്ക് ഇറങ്ങുന്നത്. ഈ വളരെയേറെ പ്രയാസപ്പെട്ട കാലാവസ്ഥകളും ഉരുൾപൊട്ടലുകളും ഒക്കെ കഴിഞ്ഞ് ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ 25 ഏക്കർ സ്ഥലത്താണ് വട്ടത്രിവേണി കൃഷിയാണ് ഞങ്ങൾ ഇറക്കുന്നത്. 25ഓളം വരുന്ന കൃഷിക്കാരാണ് ആദ്യ ബാച്ചിൽ വരുന്നത്. രണ്ടാം ബാച്ചിൽ 15 ഏക്കർ ഒരു മാസത്തോണ്ട് ഇറങ്ങും. പിന്നെ ഒരു മാസം കൂടി വരുന്നതോട് കൂടിയിട്ട് 25 ഏക്കറയും കൂടി, അങ്ങനെ മൊത്തം 65 ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ ഈ മാവൂര് പാടശേഖര സമിതിന്റെ കീഴിൽ കൃഷി ഇറക്കുന്നത്. പ്രത്യേകതകൾ ഈ പ്രാവശ്യത്തെ പ്രത്യേകതകൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വാഴകളെ ഒഴിവാക്കി നെൽകൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ മറ്റൊരു ഒന്ന് വരുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കേരള ശുചിത്വ മിഷന്റെ കീഴിലേക്കായിക്കൊണ്ട് വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ പൊളിപ്പിച്ച് അത് ജൈവ വളമാക്കിയിട്ട് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം അമ്പലവയൽ വിത്തുൽപാദന കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ സാറൊക്കെ ഇപ്പോൾ സ്പോട്ടിൽ എത്തിപ്പെടും. അവരെ വളങ്ങളെ മേന്മകളെ പറ്റിയിട്ടുള്ള ഒരു പരിശോധന വ്യാപകമായിട്ട് ഇറങ്ങാത്ത സംഭവമായതുകൊണ്ട് ഓരോരോ പ്ലോട്ടുകൾ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഞങ്ങളെ പ്ലോട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ വളത്തിന്റെ മേന്മ ഞങ്ങൾ ഇവിടുന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം. അത് ഈ വളം കൊണ്ടോ, ഈ വളം നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീടുകളിൽ സ്വന്തം വീടുകളുടെ അകത്തളത്ത് തന്നെ വെച്ചിട്ട് വളമാക്കി മാറ്റാനും, ആ വളം നമുക്ക് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും, അല്ലെങ്കിൽ കൃഷിക്കാരന് സ്വന്തം കൃഷിയിടത്തിലേക്ക് ഉപയോഗപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്വന്തം നമുക്ക് വീട്ടിൻ്റെ അകത്ത് വെച്ച് 2 ബക്കറ്റുകളിലായിട്ട് ഈ ജൈവ മാലിന്യത്തെ പുളിപ്പിച്ച് അത് ഒരു മാസം കൊണ്ട് ഈസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ 3 ഇരട്ടി മണ്ണിലേക്കോ അല്ലെങ്കിൽ ചകിരിച്ചോറിലേക്കോ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനെ കുറച്ച് ദിവസം ആ ഒരു മാസത്തിനുള്ളിൽ അതൊരു കറുത്ത പൊടിയാവും. ആ പൊടിനെയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുക. അത് ഫലപ്രദമാവുകയാണെങ്കിൽ കർഷകർക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ഏറ്റവും വലിയ ഫലപ്രദമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മള് ചിങ്ങം 1 കർഷക ദിനമാണ്. ചിങ്ങം 1 നമ്മുടെ മലയാള വർഷത്തിന്റെ ആരംഭം. എപ്പോഴും കർഷകർക്കൊരു പുതിയ പ്രതീക്ഷയോടുകൂടിയാണ് വരിക. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഒരുപാട് വരൾച്ച നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കം എല്ലാം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വർഷം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. വട്ടത്രിവേണി ഇനം ആണ് നമ്മൾ മാവൂർപ്പാടത്ത് 1ാം വിളയായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഞാറിടൽ ഉദ്ഘാടനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് പ്രാർത്ഥനയോടുകൂടിയും ആശംസകളോടുകൂടിയാണ് നമ്മൾ ഈ ചിങ്ങം 1 വരവേൽക്കുന്നത്. നമ്മൾ ഒരു അടിവളമായിട്ട് ഒരു പുതിയ കമ്പോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ പരീക്ഷണവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തുന്നുണ്ട്.
ഓക്കെ, നമ്മുടെ ഈ ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബയോഡ്രോപ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ പ്രൊജക്റ്റ് വെച്ച് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അടുക്കളയിലെ ജൈവമാലിന്യം, അടുക്കളയിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ സംസ്കരിക്കുന്ന രീതിയാണ്. അടുക്കളയിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഒരു 15 ദിവസത്തെ അടുക്കള മാലിന്യം നിക്ഷേപിച്ച് അതിനകത്ത് നമ്മളൊരു പൗഡറുണ്ട്, ആ പൗഡർ അതിലേക്ക് ചേർക്കുകയാണ്. അത് ഗുഡ് ബാക്ടീരിയാസ് ആണ്, ലാക്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസ് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഫെർമെൻറ്റേഷൻ പീരീഡിന് കാലമാവും. ഒരു 15 ദിവസം, അതിനുശേഷമുള്ള ഒരു 15 ദിവസം നമ്മൾ ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഒരു 30 ദിവസം ടോട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്തുകൊണ്ട് ചകിരിച്ചോറായിട്ടോ മറ്റേതെങ്കിലും മണ്ണുമായിട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളമായിട്ട്, ജൈവവളം, പൂർണ്ണമായിട്ടുള്ള ജൈവവളമായിട്ട് ലഭ്യമാവും. ഈ കർഷകർക്ക് പഞ്ചായത്ത് തലത്തിൽ പ്രൊജക്റ്റുകൾ വഴിയാണ് നമ്മൾ ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. കർഷകർക്ക് നേരിട്ട് വാങ്ങാൻ സാധിക്കും. 2840 രൂപയാണ് ഇതിന്റെ വിലയായിട്ട് വരുന്നത്. പക്ഷേ സബ്സിഡി ഗവൺമെന്റ് ശുചിത്വ മിഷന്റെ അംഗീകാരമുണ്ട്. ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടു കൂടി 90% സബ്സിഡിയോടുകൂടെ ആണ് കേരളത്തിൽ ഇപ്പോൾ ഒരു 150ഓളം പഞ്ചായത്തുകൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ അടുക്കളയിലെ മാലിന്യം കർഷകർക്ക് നേരിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ അടുക്കള മാലിന്യം നേരിട്ട് കിച്ചൺ വേസ്റ്റുകൾ നേരിട്ട് വളമാക്കി മാറ്റിയെടുക്കാൻ സ്വന്തമായിട്ട് കർഷകർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 30% ഗ്രോത്ത് ഉണ്ടാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് കൃഷിക്ക് 30% ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ കണ്ണൂരാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. അവിടെ നിന്നാണ് നമ്മളിത് പ്രൊഡക്ഷൻ നടത്തുന്നത്. കേരളത്തിലുടനീളം വിതരണം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ബൊക്കാഷി ബക്കറ്റ് എന്നുള്ളത്. ഈ വളം, ബൊക്കാഷി ജൈവവളം വിതരണം ആരംഭിക്കുന്നേ ഉള്ളൂ. അത് ഇതിന്റെ ഭാഗമായിട്ട് വിതരണം എന്നുള്ള രീതിയിലല്ല നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കർഷകർക്ക് നേരിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, ഓരോ വീടുകളും നേരിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വളം എന്നുള്ള രീതിയിലാണ് നമ്മളിത്. ഓക്കെ, നമ്മൾ ബയോഡ്രോപ്സ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വലിയ കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു കർഷകന് ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കർഷകനാണ്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഇതാണ്: ഒരു കർഷകന് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ ജൈവവളം കളക്ട് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ തുച്ഛമായ രീതിക്ക് അവർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ ഈ ബൊക്കാഷി ബക്കറ്റ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ജൈവവളം കളക്ട് ചെയ്യാനും പറ്റും. ഒരു 125 മുതൽ 130% ഗ്രോത്ത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കർഷകരെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്.